അപ്പോൾ നമ്മുടെ ചീരയാണ് ഇത് മുഴുവൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീരവട. ഇനി ക്യാമറാമാൻ അതീവ ശ്രദ്ധയോടുകൂടി നിൽക്കണം, കാരണം അത്രയ്ക്ക് സ്പീഡിലായിരിക്കും കുമാരി ഇത് ഉണ്ടാക്കാൻ പോണത്. ഇവിടെ ഈ ചീരവട ഉണ്ടെങ്കിൽ അവിടെ ക്യൂ ആളുകൾ. അടിപൊളി, നന്നായി യോജിപ്പിക്കണം. പരിപ്പുവടയിൽ നമ്മൾ മുരിങ്ങയില ചേർത്തിട്ട് ഉണ്ടാക്കണം. എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് അത് തവിട് പൊടിയേക്കും. മുരിങ്ങയില കൊണ്ടുള്ള പരിപ്പുവടയും ചീര കൊണ്ടുള്ള ഉഴുന്നോടയും റെഡി. അപ്പോൾ ഉഴുന്നുവട ഞാൻ തിന്നു, അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ അടിപൊളി. കഴിച്ചിട്ടില്ല കേട്ടോ, ഞാൻ ചായ വെക്കാൻ പോയി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ തെങ്കാശിയിൽ നിന്ന് നമ്മുടെ കുമാരി ചേച്ചി വന്നിട്ടുണ്ട്. കുമാരി ചേച്ചി പിന്നിൽ സരിത കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ല. കുമാരി ചേച്ചി നമുക്കേ അവിടെ തമിഴ്നാട്ടിൽ കീരവട എന്ന് പറയും. കീരവട, കീര എന്ന് പറഞ്ഞൊരു ചീര. ആ, ഇവിടെ ചീരവട ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ചീര കഴിക്കില്ല, അപ്പോൾ ഈ വടയിൽ ഉണ്ടാക്കി കൊടുക്കുമ്പം അവരത് കഴിച്ചോളും. നല്ല മൊരുമൊരുന്ന് തന്നെ. അപ്പോൾ നമ്മുടെ ചീരയാണ് ഇത് മുഴുവൻ കേട്ടോ. പക്ഷെ അവിടെ ഉപയോഗിക്കണത് ഈ ടൈപ്പ് ചീരയല്ലേ? അകത്തി ചീരയാ? അകത്തി ചീരയാണ് ആ മരം നിൽക്കുന്നത് വലുത് ഉണങ്ങി. അരച്ചീര എന്ന് പറയാം, അത് ഇത്ര ഉണ്ടാവുള്ളൂ. അതിങ്ങനെ അരിഞ്ഞെടുക്കും തോറും ഉണ്ടാവും, ഇത്രേ വരുവുള്ളൂ. അതെ. ഇതിപ്പോ ഏത് ചീര ഏതെടുക്കണ്ടേ കുമാരി? അവിടെ ഈ അരച്ചീര ഇത്രേ വരുവുള്ളൂ. അപ്പൊ അതിന് പകരം നമ്മള് ഇവിടുത്തെ നമ്മുടെ സാധാരണ ചീര എടുക്കണം. നല്ല ഇളം ചീര ആയത് കാരണേ ഇതില് ഉണ്ടാക്കി കാണിക്കാന്ന് വെച്ചിട്ടാ. അല്ലെങ്കിൽ തളിര് മുരിങ്ങര ഇലയും കൊണ്ടും ചെയ്യാം അല്ലേ? അത് ഉണ്ടാക്കണത് നമ്മള് പരിപ്പുടയിലേക്കാ. അതെ അല്ലേ? മുരിങ്ങല ഇതിലേക്ക് ചേർക്കണ? ഇതില് ചേർക്കണ്ട, അത് പരിപ്പുടയ്ക്കാ. ഇതിന്റെ ചള്ള് വേണല്ലേ? ഇതിന്റെ ഇല മാത്രം എടുത്തോളാം, തള്ളു മൂക്കാത്തത് അല്ലേ? ഇങ്ങനെ തണ്ട് വേണ്ട കേട്ടോ. മൂക്കാത്ത ഇല മാത്രം. തളിര് മാത്രം. അത് ശരി. നിരവധി അനവധി റെസിപ്പികള് തമിഴ്നാടിന്റെ കുമാരി ചീര കയ്യിലുണ്ട് കേട്ടോ. ഇതെന്തോരം വേണം? കുറച്ച് മതിയില്ലേ? ഇനി വിലം പൊടിക്കണ മുരിങ്ങല വേണമല്ലോ. മുരിങ്ങല ഞാൻ അവിടെ ഉണ്ട്, അവിടെ നിന്ന് പൊടിച്ചിട്ട് തരാം. ഇവിടെ തണ്ണിമത്തം ഉണ്ടായാലും അത് പിന്നെ അവിടെ നിന്നാട് വലിപ്പം വയ്ക്കില്ല കേട്ടോ. അതൊക്കെ എത്രയും പിന്നെ വലിപ്പം വയ്ക്കുന്നില്ല. വിളഞ്ഞിട്ടില്ല, കുറച്ച് നാൾ കൂടി പിടിക്കും തണ്ണിമത്തന്. അതേ അവിടെ ചെറുതൊക്കെ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ അതെ ഇവിടെ ഉണ്ട്, വലുതാവണില്ല. ഇവിടെ തണ്ണിമത്തം കൃഷി ഞാൻ മുരിങ്ങല പൊടിച്ചിട്ട് വരാം. നിങ്ങളിവിടെ നിൽക്ക്. ഇതെന്താ പൈപ്പ് ചവിട്ടി? ഇതേ നമുക്ക് ഭയങ്കര ഒരു അബദ്ധം പറ്റിയില്ലേ? ഇത് നമ്മള് മത്തങ്ങന്ന് വിചാരിച്ചിട്ടാണ് കുഴിച്ചിട്ടത്. അല്ല, 4 ദിവസം കഴിഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞു മത്തങ്ങയല്ല ചരക്കാന്ന്. ഇപ്പൊ അല്ല, ചെറുക്കര പോലെ ഇതുണ്ട്. പക്ഷെ ഇപ്പൊ നോക്കിയേ സ്ഥലത്ത് മത്തങ്ങ നോക്കിയേ, കുഞ്ഞ് മഞ്ഞ മത്തങ്ങ കണ്ടാ? ഇത് വേറെ ടൈപ്പ് മത്തങ്ങയാണ് കണ്ടാ. കണി വെള്ളരിയല്ല, കണി മത്തങ്ങയുണ്ട്. ഇത്രശ്ശേ ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ പൊങ്കലിനൊക്കെ വരും. നമ്മളിവിടെ വിഷുവിന് കണി കാണുന്ന കണക്ക് നമ്മളവിടെ പൊങ്കലിന് എല്ലാ പച്ചക്കറികളും വെച്ച് പൊങ്കൽ വെക്കും എല്ലാ വീട്ടിലും. അപ്പൊ ഇങ്ങനത്തെ ഈ സ്വീറ്റ് ഇതാണ് വെക്കാല്ലേ. അപ്പൊ അത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മള് മത്തങ്ങ ആദ്യം ചിരക്കയും മാറി, പിന്നെ അത് വീണ്ടും മത്തങ്ങയായിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ടു. ചേട്ടൻ പുഴുതുമ നിറച്ചു പുഴുവാ. വെട്ടിയിട്ട് തീയില് കൊണ്ടിട്ടില്ലെങ്കിൽ ഇത് ആകെ പടർന്ന് 2 ദിവസത്തിനുള്ളിൽ ഇത് മുഴുവൻ പോവും. ഇതിന്റെ അടിഭാഗത്ത് പുഴുണ്ടാവും നിറച്ച്. ഈ വടയുണ്ടാക്കാനായിട്ട് ഉഴുന്നാണ് വേണ്ടത് അല്ലേ? ഉഴുന്ന് വടയ്ക്ക് പോലെ അരയ്ക്കണം. ഉഴുന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് രാവിലെ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഗ്രൈൻഡറിലാണ് അരയ്ക്കണത്. അതൊക്കെ അരച്ചു. അപ്പം അത് അരച്ചതൊക്കെ എങ്ങനെയാണെന്ന് കാണാം. അരച്ചെടുക്കണം കേട്ടോ. ഓക്കെ. കുറച്ച് വെള്ളം തെളിക്കുക. ഇരിക്കട്ടെ, അതവിടെ ഇരുന്ന് അരയട്ടെ. ഇതിടയ്ക്ക് തുറന്ന് ഒന്ന് വെള്ളം തെളിച്ച് ഇങ്ങനെ കൊടുക്കണം അല്ലേ? എന്നാലേ ഉഴുന്ന് നന്നായിട്ട് അരയുള്ളൂ. കൊടുക്കണം. മതി കേട്ടാ, ഇത്രക്ക് മതി.
ഇത് നന്നായി വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ആ നല്ല ഉഴുന്നാണെന്ന്. നല്ല ഉഴുന്ന. ഇത് കോരി എടുക്കാം കേട്ടോ കംപ്ലീറ്റ്. കണ്ട മാവ് കണ്ട നല്ല ഈ പാകത്തിന് അരയ്ക്കണം കേട്ടോ. അധികം വെള്ളം പാടില്ല, എണ്ണ കുടിക്കും. ഇത് നല്ല ഇത്രയ്ക്ക് ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീരവട. ചീരവടയ്ക്ക് ആവശ്യമായ പച്ചമുളക്, ഇഞ്ചി, ചെറിയ ഉള്ളി കുറച്ച്, പിന്നെ വേപ്പിൻ്റെ ഇല കുറച്ച്, മല്ലിയില. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചീര ചെറുതായിട്ട് ചീര ചെറുതായിട്ട് അരിഞ്ഞു. ഇതെല്ലാം ഇട്ടിട്ട് തളിരില വേണം. തളിരില. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് വേണ്ട, അത് വേറെ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പിടുന്നു. നമ്മൾ നേരത്തെ അരച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉഴുന്ന് അത് നല്ല കണ്ട നല്ല സ്മൂത്തായിട്ട് നല്ല അരിഞ്ഞിട്ടുണ്ട്. നല്ല ഉഴുന്ന. അപ്പോൾ അതിലേക്ക് ഇനി ജീരകം ഇടും. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം. എത്ര മതിയാ? കുറച്ച് മതി. മതി മതി. ഇനി കായപ്പൊടി ഇടും. മതി മതിയാ? എത്ര കായപ്പൊടി? ഉപ്പിട്ട് ജീരകം ഇട്ടു, കായപ്പൊടി ഇട്ടു. അതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടി മിക്സായിട്ട് ഇതിലിടാം. അല്ല, 1 സ്പൂൺ ഇതിട്. ഏതാ? പെരുംജീരകം അല്ല, അരിപ്പൊടി. 2 സ്പൂൺ ഇട്ടോ. ഇത് ചെറിയ സ്പൂണാണ്. 2 സ്പൂൺ നിറയെ ഇട്ടോ. ചെറിയ സ്പൂണാണ് കേട്ടോ. പെരുംജീരകം ഇതിനുള്ള, അതുകൊണ്ട് നിറയെ 2 സ്പൂൺ അരിപ്പൊടി. അപ്പോൾ ഇതെല്ലാം നമ്മൾ മിക്സ് ആക്കിയിട്ട് ഇതിലിടാണ്. പിന്നെ കത്തിച്ചു എണ്ണ ഒഴിച്ചോ. ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ ഉഴുന്നുമാവിൽ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇവിടെ പാത്രം വെച്ചിട്ട് തീ കത്തിച്ചു. അതിൽ കടലെണ്ണയാണ് ഒഴിക്കണത് കേട്ടോ. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എന്തോരം വേണ്ടി വരും ചേച്ചിയെ? ചട്നിക്കുള്ളത്. ഇതെന്തിനാ പാത്രം വെച്ചാൽ ആ ചീഞ്ചട്ടി എടുത്താൽ കറുത്ത ചീഞ്ചട്ടി ഇട്ടോ. കുറേ അധികം നമുക്ക് ഇടാമല്ലോ. ഇത് നമ്മളെ എന്തിട്ടോ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് സാധനം ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ട് കടലെണ്ണ മുഴുവൻ ഒഴിക്കണം. കഴിയും. അയ്യോ, ആ കടലെണ്ണ വാങ്ങിച്ചത് നല്ലെണ്ണേരെ കുപ്പിയിൽ ഒഴിച്ച് വെച്ചു എന്നുള്ളൂട്ടാ. കുപ്പിയേ നല്ലെണ്ണേരെ കുപ്പി കണ്ടിട്ട് ഇതാവണ്ട. ഉണ്ടാക്കി തുടങ്ങിട്ടാ ഭയങ്കര സ്പീഡായിരിക്കും. വെള്ളം തൊട്ടിട്ട് വേണം വെക്കാം, അപ്പോഴേ ഒട്ടില്ല. ഇനി ക്യാമറാമാൻ അതീവ ശ്രദ്ധയോടുകൂടി നിൽക്കണം. കാരണം അത്രയ്ക്ക് സ്പീഡിലായിരിക്കും കുമാരി ചേച്ചി ഇത് ഉണ്ടാക്കാൻ പോണത്. സ്ലോ മോഷനിൽ കാണിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത്ര സ്പീഡിലായിരിക്കും ചെയ്യാം. ഇത് നിത്യം ചെയ്തേ. എണ്ണ ചൂടായി പറഞ്ഞോ. അപ്പോൾ ദേ ഇട്ടുകൊണ്ടിരിക്കുന്നു. കൂട്ടി വെച്ചോ. നല്ല ചൂട് വേണം എണ്ണയ്ക്ക്, എല്ലാം ചിങ്ങ ഇത് എണ്ണ കുടിക്കും. ഉഴുന്നുവട ഉണ്ടാക്കണതും കടലെണ്ണയിൽ തന്നെയാ മരിച്ച് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാം ഉഴുന്നാണ് കടലെണ്ണയിൽ തന്നെ ഉണ്ടാക്കാം അല്ലേ? ഒന്ന് നീക്കിയേ ലേശം. നീ കുറയ്ക്കണ? കുറച്ചൊന്ന് കുറഞ്ഞ. തീ കുറച്ച് കുറയ്ക്കാട്ടാ. എന്താ ഭയങ്കര ചൂടായി. ഇത്തിരി കൂടി വയ്ക്കേ. സൗണ്ട് പോയിന്നുള്ളോ? തീ കത്തുണ്ട്. എന്നാൽ അത് മതി. തിരിച്ചിട്ടോ. ബുഷായിട്ട് വരുന്നുണ്ടോ? നല്ല വീർത്ത് വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല ഉഴുന്നായിരിക്കണം. അത് തന്നെ. കുറെ നാൾ നമ്മൾ വാങ്ങിയിട്ട് പഴതായിട്ടിരിക്കണം ഉഴുന്ന് ഉപയോഗിക്കരുത്. ഗ്രൈൻഡറിൽ ഗ്രൈൻഡർ ഇല്ലാത്തവർ പിന്നെ മിക്സിയിൽ അരയ്ക്കന്നെ. പക്ഷെ വെള്ളം ചേർക്കാണ്ട് അധികം വെള്ളം ആവാണ്ട് അരയ്ക്കണം അല്ലേ? ഈ പരിവായിട്ട് കിട്ടണം. വെള്ളം ലേശം ഇടയ്ക്കണം, ചളിക്കണം. അത് വെച്ചെടുക്കാതെ സ്ഥലത്ത്. അല്ല, ഞാൻ വെറുതെ മറച്ചിടും. അതാ ഇപ്പോഴോ നല്ല ഗ്രീൻ കളറും ബ്രൗൺ കളറുമായിട്ട് നല്ല കോമ്പിനേഷൻ അല്ലേ? കാണാനായിട്ട് ഭംഗിയുണ്ട്. പിന്നെ രസം കഴിക്കാനും.
ഇതിലേക്ക് ചട്നി ഉണ്ടാക്കണത് നാളികേരം പിന്നെ പച്ചമുളക്, ഇഞ്ചി, ഒരു കഷ്ണം വെളുത്തുള്ളി, ഇത്തിരി മല്ലിയില ഇട്ടിട്ട് ചട്നി അരച്ചോളാം. എടുത്തിട്ട് വയ്യ, നല്ല എടുത്ത്. പൊട്ടുകടല വേണ്ട? പൊട്ടുകടല ഇത്തിരി വേണോ? പൊട്ടുകടല എവിടെ? പച്ചമുളക് എടുത്തോളാം ചേച്ചി. പച്ചമുളക് എടുത്തിട്ട് വാ. കടുക് താളിച്ചൊഴിക്കില്ല എന്നിട്ട്? കടുക് വേണമെങ്കിൽ താളിച്ചാൽ മതി, കട്ടിച്ചട്നി അല്ലേ, വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. എന്തോരം നാളികേരം വേണമെന്ന് നോക്കിയ ചേച്ചി? കുറച്ച് മതി നമ്മളെ ആവശ്യത്തിന്. ഇതായി. അപ്പോൾ ഇതായിട്ടാ, ഇനി എടുക്കാറായി വട. ഇങ്ങനെ നോട്ടെ, നമ്മുടെ അവിടുത്തെ കടക്കാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്ന സാധനം അത്. പിന്നെ അല്ലേ? അവിടെ പീടികളിലൊക്കെ കിട്ടുന്നത്. ഇവിടെ ഈ ചീരവട ഉണ്ടെങ്കിൽ അവിടെ ക്യൂ ആളുകൾ. പിന്നെ ഇതിൻ്റെ ചമ്മന്തിയും. ചമ്മന്തി തെങ്കാശിയിലേ ഒരെണ്ണത്തിന് കൂടി ഉണ്ട് അല്ലേ? അത് ഇടാനാ, ഒരെണ്ണത്തിനുള്ള ഇങ്ങോട്ട് ഇടാനാ. സ്ഥലം ഉണ്ടാക്കാം, ഞാൻ സ്ഥലം ഉണ്ടാക്കി തരാം. അങ്ങോട്ട് വാ. രണ്ടെണ്ണം ഇടാം അല്ലേ? രണ്ടെണ്ണം ഉണ്ട്. അങ്ങനെ അവരെ ഒതുക്കി. ഇനിയിപ്പോ മൊരിയട്ടെ. അപ്പൊ ഇവിടെ ഒരു ചമ്മന്തി, അച്ചാർ, അച്ചാറല്ല എന്താ പറയാ, ചട്നി. ചട്നി ഉണ്ടാക്കണം. മിക്സിയിൽ ചാറ് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഗ്രീൻ കളറും വടയും കഴിച്ചിട്ട് വിവരം പറയാം. നമ്മളിതിലേക്ക് ഒരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാളികേരം, കുറച്ച് പൊട്ടുകടലയില്ലേ അത്, പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ ഇത്തിരി മല്ലിയില, പിന്നെ ഒരു വെളുത്തുള്ളിയുടെ ഒരു കഷ്ണം ചതച്ചത്. ഞാൻ ചതച്ചതാ വടക്ക്. വെളുത്തുള്ളി ഇട്ടാ ഒരു സ്വല്പം. പിന്നെ ഇത്തിരി ഇഞ്ചി, ഒരു സ്വല്പം ഇഞ്ചി, പിന്നെ ഇത്തിരി ചെറിയ ഉള്ളി, 2 പച്ചമുളക് കിട്ടോ. ഇതില് വടക്ക് 2 പച്ചമുളക്. ഉപ്പ് വേണ്ട? ഉപ്പ് വേണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. മതി. കായപ്പൊടി വേണേ? ചമ്മന്തിക്ക് കായപ്പൊടി ഇല്ലല്ലോ. നീ ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ ജാറിലേക്ക് ഇട്ടോ. സരിത തട്ടിയിട്ട് ടീസ്പൂൺ കൊണ്ട് തട്ടിയിട്ട്. മുരുകണ്ണനെ അത് കഴിഞ്ഞിട്ട് ഒരു ഉറക്കം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കേണ്ട ആൾക്ക് ചായ കുടിക്കാറായി ഉണ്ടാവും അല്ലേ? ഷൂട്ടിങ് ആയതുകൊണ്ടാണ് ആളൊന്നും മിണ്ടത്തത്. കുമാരിച്ചിരി വെള്ളം ഒഴിക്കണ? ഇത്തിരി വെള്ളം ഒഴിച്ചോ, കട്ടിയായിട്ട്. ഇതേ ഒരു സ്വല്പം വെള്ളം ഒഴിക്കണം കേട്ടാ. അയ്യോ ഇല്ല, എന്തോരം വെള്ളം ഒഴിക്കണം? ചട്നിക്കുള്ളത് സാധാരണ ചട്നി അരക്കണ പോലെയല്ലേ? അല്ല, വെള്ളം പോലെ വേണ്ട, ഇത്തിരി കട്ടി ചട്നി. ഇത് അരയ്ക്കാൻ പോവാണ്. കൂട്ടണം അതിരി. മതി വേവട്ടെ. നമുക്ക് പരിപ്പടയ്ക്ക് റെഡിയാകുമ്പോഴാണ് ഇതാവണം. മതി. എന്തായാലും ഒരു നോക്കി നോക്കാം. ചൂടുണ്ട്. അടിപൊളി, നല്ല മുരിഞ്ഞ സാധനം. ചീര ഇട്ടതിന്റെ വല്ല ഇതുണ്ടാ അറിയില്ല അല്ലേ? ചീര ഒന്നും അറിയില്ല. സൂപ്പർ സാധനം, നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം. ചീര കഴിച്ചത് കുട്ടികൾക്കൊക്കെ ചീര കഴിക്കില്ലല്ലോ, അപ്പൊ ഇങ്ങനെ കഴിക്കുമ്പോൾ അവറ്റിങ്ങൾ കഴിച്ചോളൂ. ഇതറിയില്ല. നല്ല ചൂട്. അജു ആകാംക്ഷയോടെ കൂടിയിട്ട് ചൂട് ആറണത് നോക്കിയിട്ടായിരിക്കണം. ഗ്രൈൻഡറിൽ അരച്ചതിന്റെ ഗുണം ഇത് കാണാം അല്ലേ? കാണാം. നല്ല സ്പോഞ്ച് പോലെ നല്ല കണ്ട സ്മൂത്തായിട്ട് ഗ്രൈൻഡറിൽ അരക്കണം. അല്ല മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഇത്ര ഇത് കിട്ടില്ല, മാവും കിട്ടില്ല നമുക്ക്. ഇത് ഇത്ര സ്മൂത്തായിട്ട് മാവും ഇതാവില്ല. എങ്ങനെയുണ്ട് ശരിക്ക്? ടേസ്റ്റ് ഇല്ലേ? അടിപൊളി. കുമാരി ചേച്ചി സംശയം ടേസ്റ്റില്ലേന്ന് ചോദിക്കുക. അല്ല, നമ്മളെ തുന്തൂരിൻ്റെ കടയുടെ അടുത്ത് ഇങ്ങനെ കീരവട ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ക്യൂ വരും ചട്നി ഉണ്ടാക്കി. മിനിമം ഒരു 10 എണ്ണം ഈ ചമ്മന്തി ഞാൻ തൊട്ടില്ലേ, ചമ്മന്തി കൂട്ടി തിന്നാൻ പറ്റും. വെറുതെ തിന്നാട്ടാ, നമുക്ക് ഒരു 5-6 വെറുതെ തിന്നാം. കടലെണ്ണ പ്രശ്നമേ ഇല്ല. ഒന്ന് വേഗം വരാൻ പറയും. കടലപ്പരിപ്പ് ഈ എണ്ണ ചൂടായി എടുക്കാറായി. സരിത ഒന്ന് വേഗം വാ. അടിപൊളി വട. ഉഴുന്നുവടയേക്കാളും എത്രയോ ടേസ്റ്റ് ആയി സാധനം. ഇത് എടുക്കാൻ പോവാ. കടലപ്പരിപ്പ് ചമ്മന്തി പകർത്തി ഞാൻ കടലപ്പരിപ്പ് അരക്കട്ടെ. ചമ്മന്തി ഇരിക്കുന്ന ചമ്മന്തി. കുമാരിജിക്ക് പോവാനായിട്ട് ധൃതിയായി, അതാണ് വെപ്രാളപ്പെടുന്നത്. ജഗോ ഇവിടുന്ന് വടത്ത് നോക്കിയേ, തിന്നോക്ക് നീ. ചമ്മന്തി ഉണ്ട് അതിൻ്റെ ഒപ്പം. ഞങ്ങളിത് പരീക്ഷണം നടത്തിയിട്ടാ. ഇപ്പം തിന്നോട്ടെ. ഇപ്പം സ്കൂൾ വിട്ട് വന്നല്ലോ, ക്ഷീണിത കുഞ്ചിതനായിട്ട് വന്നിരിക്കുകയാണ്.
ഇത് വേണമെങ്കിൽ കടുക് ഇതിൽ മുക്കി കടുകും വേപ്പിലൊക്കെ ആ ഇട്ട് കാച്ചാം മുക്കി തിന്നോ? അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് കാച്ചി കൊണ്ടുവരാൻ പറ്റും. ആ കടലപ്പരിപ്പ് മാത്രം ഒന്ന് അരച്ചതായോ. കടലപ്പരിപ്പ് ഈ വെള്ളടക്കാണോ? വെള്ളം അടക്കം അരയ്ക്കാൻ പാടില്ല. കടലപ്പരിപ്പ് ഇതുപോലെ നമ്മള് വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് ഇട്ടത്. ഇത് അടുത്ത വട ഉണ്ടാക്കാനല്ലേ? അത് വേറെ വട. ഇതിലേക്കാണ് നമ്മള് മുരിങ്ങയില പൊടിച്ചത്. ഇതെല്ലാം ഇട്ടോ. എന്നിട്ട് ഒന്ന് പരുപരുക്കാകുമ്പോൾ കുറച്ച് വാരി ഇട്ടിട്ട് നീണ്ട് വെറുതെ കഴിക്കാൻ പറ്റില്ലേ? ചമ്മന്തിയുടെ ആവശ്യമില്ല. അങ്ങനെ നീങ്ങുന്ന കഴിച്ചോ. തെങ്ങിൻ്റെ അടയ്ക്കുന്ന മാറി കഴിച്ചോളൂ. ഇതാ കാറായി. ഒന്ന് തീ കുറച്ചോ മോനെ, തീ കുറച്ചോ. എടുക്കാറായി പറഞ്ഞോളാം. തീ കുറച്ചോട്ടാ. തീ കുറച്ച് കൂടുതലിട്ടാ അല്ലല്ല അതെടുത്തോ. മരിച്ചു തീർക്കാല്ലേ? ഇതാട്ടോ ഇതായിട്ടാ നോക്കിയ രണ്ടാമത്തെ സ്റ്റെപ്പ് ആയി. ശരിക്കും ബ്രൗൺ കളറായി. ഇത് നോക്കിയ കുമാരിച്ചിയെ അവൻ കുറച്ചൊക്കെ അറിയാണ്ട് കുറച്ച് അരയണം. കുറച്ചുകൂടി അറിയണം. അത് കാണിച്ചു കൊടുക്കും. കടലപ്പരിപ്പ് അരഞ്ഞത് മിന്നിച്ചുണ്ട് കേട്ടാ. ഒന്നും കൂടി അരക്കേ. വട സെറ്റ്. മതി 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 മതി. ഈ ഒരു പരുവട്ടാ. അതാണ്ട ഇങ്ങനെ ഞുറുങ്ങ് പോലെ. ഭയങ്കരമായിട്ട് അറിയാൻ പാടില്ല. അറിഞ്ഞാൽ നല്ലതാണ്. ഒന്നുകൂടി അറിയണം. ഇത്തിരി ഒന്നും കൂടി ഒന്ന്. ഈ ഇല പിടിക്കുക, ഇല കൊഴിഞ്ഞു പോകും. പശ വേണേ. ഇനി അടുത്ത വടക്കിയിട്ട് പരിപ്പ് ആ പാത്രത്തിലേക്ക് തന്നെയാണ് ഇട്ടത്. ആ പാത്രത്തേക്ക് ഇടണു. കടലപ്പരിപ്പ് കുതിർത്തി അരച്ചതാണ്. ഇത് 1 ഗ്ലാസ് കടലപ്പരിപ്പ് ഉണ്ട്. ഇത് തന്നെ പരുവോട്ടോ. തരി പോലെ ഇങ്ങനെ ഇത്ര അരയ്ക്കണം, അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകും. 6-7 മണിക്കൂർ വെള്ളത്തിലിട്ടാണ് കേട്ടോ. അത്രയൊന്നും ഇടണ്ട. 2 മണിക്കൂർ. 2 മണിക്കൂർ മതി. ആ അത്രയും വേണ്ടു. എടുമോളോ, ഞാൻ കൈ കൊണ്ട് അത് മാത്രം. 1 സ്പൂൺ അരിപ്പൊടി കേട്ടോ. വലിയ നിറച്ച് സ്പൂൺ നിറച്ച് ഒരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടോ. പറഞ്ഞു ഇഞ്ചിയും പച്ചമുളകും കൊത്തിയാലും ചായ. ഇത് ചെറിയ ഉള്ളി. ഇത് വെളുത്തുള്ളി. ഇത് മല്ലിയില. ഇത് വേപ്പില, കറിവേപ്പില. ഇനി പെരിഞ്ചീരകം അങ്ങനത്തെ സാധനങ്ങൾ വേണം. പെരിഞ്ചീരകം ഇടണം. ഇതൊക്കെ ഇട്ടുണ്ട്. അടുത്ത് 2 പെരിഞ്ചീരകം അടത്തിരി നല്ല തിരുമ്പിയിട്ടിട്ട് കായപ്പൊടി 1 സ്പൂണിലിട്ടോ. പിന്നെയുള്ളത് കായപ്പൊടിയാണ് കേട്ടോ. മതിയോ? മതി 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 മതി. ഇത്രയും കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. 1/4 ടീസ്പൂണിനേക്കാൾ അധികം ഉണ്ട്. ഇനി മുരിങ്ങയില ഇതിലേക്ക് എനിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. ചട്ടപ്പെട്ടേ തന്നെയാണ് കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്മിയതിന് ശേഷം ജീരകം മറ്റേന്ന് ഇട്ടോ. 2 ഇട്ടോ, കുഴപ്പമില്ല. 2 മണി ഇട്ടോ. 2 ഇത്തിരി മതി. പെരുംജീരകം ചേർത്തിട്ടുണ്ട്. 2 നുള്ളു ജീരകം കേട്ടോ. ജീരകം. ഇനി അത് നമ്മൾ അടുത്തിടുന്നത് നമ്മുടെ മുരിങ്ങയുടെ ഇല. തളിർത്ത മുരിങ്ങയില. അതിൻ്റെ കുറച്ച് വേപ്പില ഉണ്ടായിരുന്നു, അത് കിട്ടും. ഇനി ഇത്രയുള്ള കുറച്ചു അടുത്തേക്ക് കടന്നു നമ്മള്. സമയമില്ല. ഇത് നല്ല ഇങ്ങനെ തിരുമ്പി അതിനോട് യോജിപ്പിക്കണം കേട്ടോ മുരിങ്ങയില, അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകും. മുരിങ്ങയില പിടുത്തം വിട്ട് പോവില്ല. നമ്മളിങ്ങനെ നന്നായി യോജിപ്പിക്കണം. നല്ല യോജിപ്പിച്ച കൈ കൊണ്ട് തന്നെയുള്ള പരിപാടികൾ തന്നെയാണ് കേട്ടോ. അത് തന്നെ. സ്പൂണൊന്നും വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അതെ, ഒരു കവർ കിട്ടുമോ ഇങ്ങനെ പരത്ത കയ്യിൽ, അല്ലെങ്കിൽ ഒരു ഇല തന്നെ ഇല തരാം. വേഗം ഒരു കറിയുണ്ട്, കുഴപ്പമില്ല. വാഴലിനെ മടക്കി അതിന് മീതെ പരത്തി കയ്യിലല്ല പരത്തണത് കേട്ടാ. കിട്ടു. തീ കൂടുതൽ വേണ? തിരി അത്ര വേണ്ട. പരിപ്പുവട സാവധാനം ആവുള്ളൂ. ഇതൊരു പരിപ്പുവട പോലത്തെ സാധനമാണ്. പരിപ്പുവടയാണ്. പരിപ്പുവടയിൽ നമ്മൾ മുരിങ്ങയില ചേർത്തിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ. തമിഴ്നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക വടകൾ, വെറൈറ്റി വടകളൊക്കെ. മരിച്ച് ഇത് ചമ്മന്തി കൂട്ടി അടയ്ക്കാൻ പെട്ട സാധനം കേട്ടോ. അടിപൊളി സാധനമാണ്. നല്ലതാ. പരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഇളക്കാൻ പാടില്ല കേട്ടോ. സാവധാനം ഇളക്കാം, അല്ലെങ്കിൽ പരിപ്പും ഇതൊക്കെ വേറെ വേറെ ആവും. കാച്ചുണ്ടാ?
ആ പച്ച ചട്നിയില്ലേ ഒന്ന് കാച്ചിട്ട് കടുക് കാച്ചിട്ട് അകത്ത് കാച്ചിട്ട് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു അടുപ്പല്ലേ ഉള്ളൂ, കാച്ചേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മുരിങ്ങയില അവിടെ പിന്നെ ഇപ്പോൾ ഇഷ്ടം പോലെ കിട്ടില്ലേ മുരിങ്ങയില? എല്ലാ വീട്ടിലും മുരിങ്ങയില്ലാത്ത വീട്, മുരിങ്ങ വേപ്പും ഇല്ലാത്ത വീടുണ്ടാവില്ലേ? കഴിക്കണ വേപ്പും മറ്റേ ഇത് ഇട്ടിട്ട് ഇളക്കാൻ പാടില്ലേ പെട്ടെന്ന് അല്ലേ? കുറച്ച് സമയം കഴിഞ്ഞിട്ടാ അല്ലെങ്കിൽ ഇപ്പം എടുത്താൽ നമുക്ക് വിട്ടു പോകൂലേ? കുറേ പേരിട്ടുണ്ടാ. കുറച്ച് ചട്നി അരച്ചിട്ട് ചായ ആയിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ചേച്ചി പോയാ. അധികം ചൂട് വയ്ക്കാൻ പാടില്ല കേട്ടോ, ചൂട് വെച്ചാൽ കരിയും. കുറച്ച് ഇങ്ങനെ പരുപോലെ നല്ല പാകത്തിനുള്ള തീയ പാടുള്ളൂ. പരിപ്പ് ഉടക്കി മോൾ വശം വേഗം കരിയും. കരി ഉള്ളു കരിയില്ല. നല്ലോണം കുതിർന്നില്ലെങ്കിൽ ഇങ്ങനെ കടുകിടുന്നിരിക്കും. നല്ലോണം കുതിരണം പരിപ്പ്. ഓരോ അടിക്കുമ്പോ കടുകിടുന്ന നമ്മുടെ മുരുകണ്ണനെ ഇവിടെ ഉണ്ട് കേട്ടാ. എൻ്റെ തൊണ്ട പോയി. മുരുകണ്ണ ഇവർക്ക് പോവാറായി. അപ്പൊ ചായ കുടി കഴിഞ്ഞിട്ട് ഉഴുന്ന് വടി നിന്നിട്ട് പോവാച്ചിട്ടിരിക്കുക. അത് മതി, അത് ഞാൻ ഉണ്ടാക്കിയോളല്ലേ. കുമാരിച്ചി പറഞ്ഞു ഫോൺ വിളിച്ച് പറഞ്ഞു ഫോണി പറഞ്ഞു കൊടുത്താ. എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് അത് തവിട് പൊടിയേക്കും. റാണി വരില്ലേ അപ്പൊ വരാം. സമയം പോലെ ചെയ്യാം. പരിപ്പട റെഡി ആയിട്ടാ? തീ കുറയ്ക്കല്ലേ? കുറച്ചോ കോരിയെടുക്കണം. കഴിച്ചു നോക്കും. ഇനി ഇതിലിരുന്നിട്ട് മൊരിയില്ലേ? കുറച്ച് ബ്രൗൺ കളറായി. ഒരെണ്ണം പൊട്ടിച്ച് നോക്കണ്ട. ഒരേ ചൂട് ഭയങ്കര ചൂടല്ലേ? ഇപ്പൊ നമ്മൾ ഒഴിച്ച എണ്ണ ഒന്നും ആദ്യം വലിച്ചിട്ടില്ല. ഇത്ര വടയുണ്ടാക്കി എണ്ണ വലിച്ചിട്ടില്ല. ഓഫ് ചെയ്തോ? നമ്മുടെ പരിപ്പുവടയും മുരിങ്ങയില കൊണ്ടുള്ള പരിപ്പുവടയും ചീര കൊണ്ടുള്ള ഉഴുന്നോടയും റെഡി. നമ്മുടെ പരിപ്പുവട റെഡി. ഞങ്ങളപ്പോൾ എന്നും കഴിക്കണതാണേ പരിപ്പുവടയും ഈ സാധനമൊക്കെ. അപ്പം വട്ടയപ്പം ഞങ്ങൾക്ക് അവിടെ ഉണ്ടാവാറില്ല. അത് കാരണം വട്ടയപ്പം കഴിക്കുക ഞങ്ങൾ. വട്ടയപ്പം അവിടെ ഉണ്ടാക്കാറില്ല, കിട്ടൂല്ല. എല്ലാവരും ഇവിടെ ചായയും കാപ്പി കയറി ഇരുന്ന് കഴിക്കാൻ പോണ്. ഇവരൊക്കെ ഇത് എപ്പോഴും തിന്നുന്ന കാരണം ഇവർക്ക് പ്രത്യേകത ഇല്ല. അപ്പൊ ഉഴുന്ന് വട ഞാൻ തിന്നു, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഈ ചട്നിയിൽ ഒഴിച്ച് കഴിക്കരി, ഇതിലൊഴിക്കി, ഇതിൽ മുക്കി തിന്ന് കഴിക്കി. ജഗ്ഗു പറഞ്ഞത് ഇതിന് ചട്നിയുടെ ആവശ്യമില്ല. ശരിയാ, ചട്നിയുടെ ആവശ്യമില്ല. ഞാൻ പിന്നെ ഉണ്ടാക്കിയതാ ചായ. വേണ്ടാന്ന് ജഗ്ഗു. അതെ, ചീര ഉണ്ടെന്ന് ഒന്നും തോന്നില്ല. എവിടെ അടിച്ചു നോക്കട്ടെ. നീല കളറാണ്. സ്കൂളില് മുട്ടിടിച്ചൊരു വീഴ്ച വീണു പരീക്ഷ തൊട്ട് മുന്നേ. ഓടിയതാ? നടക്കാൻ പറ്റുള്ളേ. മറ്റേ വട നോക്കട്ടെ. പരിപ്പുവട. ഇതിന് ചട്നി വേണ്ട അല്ലേ? ഇതിന് വേണോ? കരിമുരു. ഇത് പരിപ്പുവടയുടെ ടേസ്റ്റ് അല്ല, ഇതിന് വേറൊരു ടേസ്റ്റാ. അതും ഇതും അതും ഇതൊക്കെ കൊടുത്ത് നല്ല രസമുണ്ട്. പക്ഷെ കൂടുതൽ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായത് ഉഴുന്നുവടയാ. ഉഴുന്നുവടയാണ് എനിക്ക് ഇഷ്ടമായത്. ഇത് അത് കഴിച്ചിട്ട് ഇത് കഴിച്ച കാരണം കൊണ്ടാ. ഇത് മാത്രം ഉണ്ടാക്കിയുള്ളെങ്കിൽ ഇത് ഭയങ്കര ടേസ്റ്റിൽ കഴിച്ചേനെ. പരിപ്പുവടയ്ക്കും ചട്നി കഴിക്കാം അല്ലേ? മുരുകണ്ണന്റെ ഭാഗ്യം. ഇങ്ങനെ ഇതുപോലെ എന്നും കഴിക്കാലോ. മാറി 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 സാധനങ്ങൾ കഴിക്കാലോ. മുരുകണ്ണ കടലെണ്ണ കൊളസ്ട്രോൾ ഇല്ലല്ലോ. ഇത് കപ്പലണ്ടി എണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. പാം ഓയില് നമുക്ക് ശരീരത്തിന് പറ്റാത്തത്. പരിപ്പുവടയുടെ ടേസ്റ്റ് അല്ലേ ഇതിന്? അപ്പൊ ശരി, ഇന്ന് കുമാരേച്ചി കേസരി റവ കൊണ്ട് കേസരി ഉണ്ടാക്കാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇനി സമയമില്ല. പിന്നെ വരും കുമാരേച്ചി. അപ്പോൾ ഇനിയും കുറേ വിഭവങ്ങളായിട്ട് കാണാം നമുക്ക്.